സ്ത്രീ സുരക്ഷയ്ക്കായി ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചതിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് ഗുരുതര വീഴ്ച. ടാസ്ക് ഫോഴ്സിന്റെ നേതൃചുമതല നൽകിയത് സംസ്ഥാന ഇന്റലിജൻസ് AIGക്ക്. ഇങ്ങനെയൊരു പദവി സംസ്ഥാന ഇന്റലിജൻസിൽ തന്നെയില്ല. വീഴ്ച തിരിച്ചറിഞ്ഞതിന് പിന്നാലെ ഉത്തരവ് റദ്ദാക്കി. രാജീവ് വിശദാംശങ്ങളുമായി ചേരുകയാണ്. രാജീവ്, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? അതായത് സ്ത്രീ ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞ് ഒരു സേന രൂപീകരിക്കുന്നു. അതിൻ്റെ മുകളിൽ ഇന്റലിജൻസിൽ ഇല്ലാത്ത ഒരു തസ്തിക ഉണ്ടാക്കി വെക്കുകയാണ്. പിന്നീട് അത് അബദ്ധമായി തിരിച്ചറിഞ്ഞപ്പോൾ അത് പിൻവലിക്കുന്നു. അങ്ങനെയല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ഇല്ലാത്തൊരു പദവിയിലേക്ക് നേതൃചുമതല നൽകിയതിനു ശേഷമാണ് ആ ഉത്തരവ് തന്നെ പിൻവലിക്കേണ്ടി വരുന്നത്. അതായത് സംസ്ഥാന ഇന്റലിജൻസിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥരുണ്ട്, ഏതൊക്കെ പദവികളുണ്ട് എന്ന് പോലും ആഭ്യന്തര വകുപ്പിന് പിടികിട്ടാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്ന വിമർശനമാണ് ശക്തമായി തന്നെ ുന്നത്. കഴിഞ്ഞ 7-നാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് പ്രധാനമായും ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കുന്നത്. നമുക്കറിയാം, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഓരോ ദിവസവും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു, നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ വലിയ പരാജയമാണെന്ന് അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന UDF ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ഇതിനെ തുടർന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഇതിനുശേഷമാണ് UDF അധികാരത്തിലെത്തുമ്പോൾ സ്ത്രീ സുരക്ഷയ്ക്കായി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ തീരുമാനമെടുത്തത്. സംസ്ഥാന പോലീസിന് പുറമെ വനിതാ ശിശു വികസന വകുപ്പിലെ ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടാസ്ക് ഫോഴ്സ് ആയിരുന്നു രൂപീകരിച്ചത്. എല്ലാ ജില്ലകളിലും ഇതിനുവേണ്ടി പ്രത്യേക സമിതികൾ രൂപീകരിക്കാനുള്ള നിർദ്ദേശവും നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി ഒരു പ്രത്യേക ഉത്തരവ് ഈ മാസം 7-നാണ് ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയത്. ഇതിനുശേഷം ഇത് എത്രയും വേഗം നടപ്പാക്കാനുള്ള നിർദ്ദേശവും നൽകിയിരുന്നു. ഈ നിർദ്ദേശം നടപ്പാക്കാനുള്ള നീക്കം തുടരുന്നതിനിടെയാണ് നിലവിൽ ഇല്ലാത്ത ഒരു പദവിയിൽ ഒരു ഉദ്യോഗസ്ഥരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് ഈ ഉത്തരവിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പ്രധാനമായും ഇതിന്റെ നേതൃചുമതലയാണ് ഇന്റലിജൻസ് സ്ഥാനത്തെ AIGക്ക് നൽകിയിരുന്നത്. അതായത് അഡീഷണൽ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് AIGക്ക് നൽകിയിരുന്നത്. എന്നാൽ അത്തരമൊരു പദവി സംസ്ഥാന ഇന്റലിജൻസിൽ ഇല്ല. ഈ വനിതാ ശിശു വികസന വകുപ്പിലെയും അതുപോലെ തന്നെ ജില്ലാതല ജാഗ്രതാ സമിതി, വനിതാ സെൽ എന്നീ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന് നേതൃത്വം നൽകി പ്രവർത്തിക്കണമെന്നായിരുന്നു പ്രധാനമായും ഈ ഉത്തരവിൽ പറഞ്ഞിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിരുന്നെങ്കിൽ അത്തരമൊരു പദവി സംസ്ഥാന ഇന്റലിജൻസിൽ ഇല്ല എന്ന് മനസ്സിലാക്കുന്നത് വളരെ വൈകിയാണ്. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഈ ഉത്തരവ് തന്നെ റദ്ദാക്കുകയായിരുന്നു. വലിയൊരു അബദ്ധം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അത് സംസ്ഥാന പോലീസിൽ ഏതൊക്കെ പദവികളുണ്ട്, ഏതൊക്കെ ഉദ്യോഗസ്ഥർ ഏതൊക്കെ തസ്തികകളിൽ ജോലി ചെയ്യുന്നുണ്ട് എന്ന് പോലും ആഭ്യന്തര വകുപ്പിന് അറിയാത്തൊരു സാഹചര്യമുണ്ട് എന്ന രീതിയിലാണ് വിമർശനങ്ങൾ വളരെ ശക്തമാകുന്നത്, ആക്ഷേപങ്ങൾ വളരെ ശക്തമാകുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് എന്ന വിമർശനം കൂടി ശക്തമായി വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഏതായാലും ഉത്തരവ് റദ്ദാക്കിയിരിക്കുന്നു. ഇനി പുതിയ ഉത്തരവ് എപ്പോൾ ഇറക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. ഏതായാലും ആഭ്യന്തര വകുപ്പിന് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇതിനെക്കുറിച്ചൊരു അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. ഗൗതം. ഓക്കെ രാജീവ്, എന്തായാലും വളരെ വലിയ വീഴ്ചയാണ്. ഇല്ലാത്ത ഒരു തസ്തികയാണ് സ്ത്രീ ടാസ്ക് ഫോഴ്സിന് മുകളിൽ വെച്ചുകൊടുത്തത്. അങ്ങനെ ഒരു തസ്തിക ഉണ്ടോ ഇല്ലയോ എന്ന കാര്യം പോലും ആഭ്യന്തര വകുപ്പിന് അറിയില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഘടകം. രാജീവാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചേർന്നത്.